ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. S3 KTU ട്രിപ്പിളിയുടെ അണ്ടറിൽ വരുന്ന അനലോഗ് ഇലക്ട്രോണിക്സിലെ ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ സെക്കൻഡ് മോഡ്യൂളാണ് അനലോഗ് ഇലക്ട്രോണിക്സിലെ. ഈ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഷോർട്ട് ആൻസർ ടൈപ്പും അതുപോലെ തന്നെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മുടെ ഈ പുതിയ പാറ്റേൺ പ്രകാരം നമുക്ക് ഈ ഓരോ മോഡ്യൂളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് 2 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് 8 ക്വസ്റ്റ്യൻ, 4 മോഡ്യൂളിൽ നിന്നായിട്ട് 8 ഷോർട്ട് ആൻസർ. സോ 8 × 2 16 മാർക്സിന് ഷോർട്ട് ആൻസറും. അതുപോലെ തന്നെ പാർട്ട് ബി എന്ന് പറയുന്ന essay ക്വസ്റ്റ്യൻ ആണ്. essay ക്വസ്റ്റ്യൻ നമുക്ക് ചോയ്സ് ഉണ്ടാവും, 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്യുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യനും മാക്സിമം നമുക്ക് 2 സബ് ഡിവിഷൻസും വരാവുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരും. സോ ഒരു essay ക്വസ്റ്റ്യൻ 6 മാർക്ക് ആയിരിക്കും. ഈ 6 മാർക്ക് എന്നുള്ളത് വേണമെങ്കിൽ അവർക്ക് 3+3 എന്നുള്ള ഫോർമാറ്റിൽ സ്പ്ലിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ 4+2 എന്നുള്ള ഫോർമാറ്റിലും വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് 6 × 4 മൊഡ്യൂളാണ്. സോ ടോട്ടൽ 24. സോ ടോട്ടൽ നമ്മുടെ സെമിസ്റ്റർ എക്സാം എന്ന് പറയുന്നത് 40 ആണ്. സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് മാത്രം നമുക്ക് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൻ്റെ ഒരു മൊഡ്യൂൾ കണ്ടൻറ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തിയറി ആണെങ്കിലും പ്രോബ്ലം ആണെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് JFET-നെ പറ്റി ഡിസ്കസ് ചെയ്തു അല്ലേ. മെയിനായിട്ട് JFET-നെ പറ്റി ഡിസ്കസ് ചെയ്ത സമയത്ത് കൺസ്ട്രക്ഷൻ വർക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്, അതുകൂടാതെ JFET-ൻ്റെ ബയാസിങ് സർക്യൂട്ട്, കോമൺ സോഴ്സ് ആംപ്ലിഫയർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ JFET-നെ പറ്റി പഠിച്ചത്. ദെൻ മോസ്ഫെറ്റിലേക്ക് വന്നു. മോസ്ഫെറ്റിൻ്റെ കേസിലാണെങ്കിലും മോസ്ഫെറ്റിൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഫസ്റ്റ് നമ്മളതിൻ്റെ കൺസ്ട്രക്ഷൻ ഡിസ്കസ് ചെയ്തു. ദെൻ വർക്കിംഗ്, കൺസ്ട്രക്ഷൻ പറഞ്ഞു, വർക്കിംഗ് പറഞ്ഞു. കോംപ്ലിമെൻ്ററി മോസ്ഫെറ്റ്, CMOS കോംപ്ലിമെൻ്ററി മോസ്ഫെറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ദെൻ ഫ്രീക്വൻസി റെസ്പോൺസ്, ഈ BJTയുടെ ഫ്രീക്വൻസി റെസ്പോൺസ്, അതുപോലെ തന്നെ FETയുടെ ഫ്രീക്വൻസി റെസ്പോൺസ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സും ഓസിലേറ്റർ സർക്യൂട്ട്സും. ഓക്കെ, അപ്പോൾ ഫീഡ്ബാക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും അറിഞ്ഞിരിക്കും. ഓക്കെ, ദെൻ ഓസിലേറ്ററിലേക്ക് വരുമ്പോൾ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, എസ്പെഷ്യലി RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ കേസിൽ ഇവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് എക്സ്പ്രഷൻ ഫോർ ഫ്രീക്വൻസി ഓസിലേഷൻ. അപ്പോൾ ഫ്രീക്വൻസിയുടെ ഡെറിവേഷൻ വേണമെങ്കിൽ നമുക്കിവിടെ ചോദിക്കാം. ഫ്രീക്വൻസി ഡെറിവേഷൻ അത് RC ഫേസ് ഷിഫ്റ്റിൻ്റെ കേസിലും അതുപോലെ തന്നെ വെയിൻ ബ്രിഡ്ജിൻ്റെ കേസിലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ട്യൂൺഡ് ഓസിലേറ്റേഴ്സിൻ്റെ അണ്ടറിൽ നമ്മൾ പഠിച്ചത് ഒന്ന് ഹാർട്ട്ലി ഓസിലേറ്ററും ഒന്ന് കോൾപിറ്റ്സ് ഓസിലേറ്ററുമാണ്. ദെൻ ക്രിസ്റ്റൽ ഓസിലേറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് JFET, MOSFET, ഓസിലേറ്റർ, ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, ഫ്രീക്വൻസി റെസ്പോൺസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ കവർ ആവുന്ന ടോപ്പിക്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 2 ഷോർട്ട് ആൻസർ. ഓക്കെ, അതായത് ടോട്ടൽ 4 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഒരു essay ക്വസ്റ്റ്യൻ, 6 മാർക്കിൻ്റെ ഒരു essay ക്വസ്റ്റ്യൻ നമുക്ക് വരാം. ഈ 6 മാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 4+2 എന്നുള്ള ഫോർമാറ്റിൽ വരാം. 2 സബ് ഡിവിഷൻസ് ആണ്. അതുപോലെ തന്നെ 3+3 എന്നുള്ള ഫോർമാറ്റിൽ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അവർക്കത് വേറെ ഏത് സ്പ്ലിറ്റപ്പിൽ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് ഈ സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 10 മാർക്സ് ആണ്. 10 മാർക്സിനുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് എങ്ങനെ പഠിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ സെക്കൻഡ് മോഡ്യൂളിൻ്റെ സെമിസ്റ്റർ എക്സാമിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയ ഏതാണ്? ഓക്കെ, ഫസ്റ്റ് തന്നെ JFET-ൻ്റെ ബയാസിങ് സർക്യൂട്ട്സ്, കോമൺ സോഴ്സ്. ഓക്കെ, മോസ്ഫെറ്റ്, ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് ആയിക്കോട്ടെ, എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ് ആയിക്കോട്ടെ, അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ്. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ചിലപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സും ചിലപ്പോൾ ചോദിക്കാം. ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാമെന്ന് ഞാൻ. ദെൻ ഓസിലേറ്ററിലേക്ക് വരുമ്പോൾ ഓസിലേറ്റേഴ്സിൻ്റെ കേസിൽ മെയിനായിട്ട് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ ചോദിക്കാം. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ദെൻ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ സർക്യൂട്ടും ഫ്രീക്വൻസിയുടെ ഇക്വേഷൻസ് ചോദിക്കാം. ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് 4 ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫീഡ്ബാക്കിൻ്റെ ഫീഡ്ബാക്കിൻ്റെ ടോപ്പോളജീസ് പഠിച്ചിട്ടുണ്ട്, അത് ചോദിക്കാം. നെഗറ്റീവ് ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇത് ബേസ് ചെയ്തിട്ടുള്ള
കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ദെൻ LC ഓസിലേറ്റേഴ്സ് അല്ലെങ്കിൽ ട്യൂൺഡ് ഓസിലേറ്റർ സർക്യൂട്ട്സ്, ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് സർക്യൂട്ട് ഡയഗ്രാംസും അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം. ദെൻ ലാസ്റ്റ് നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്ററാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് കുറച്ച് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഷോർട്ട് ആൻസർ ടൈപ്പിലേക്ക് പോവാം. ഞാനിവിടെ ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള 20 ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ 10 സെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് സൈഡിൽ അടുത്ത 10 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് 2 മാർക്കിനേ ഉള്ളൂ. അപ്പോൾ 2 മാർക്കിനുള്ളത് കൊണ്ട് സർക്യൂട്ട് ഡയഗ്രം ഒരുപാട് വരച്ച് അല്ലെങ്കിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുത്ത് വരുന്ന ടോപ്പിക്കൊന്നും 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ 2 മാർക്കിനെ കുറച്ചുകൂടി നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ടു ദ പോയിൻ്റ് ആൻസർ ചെയ്യാൻ പഠിക്കണം. അത് മാത്രമല്ല കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 2 മാർക്സിന് നമുക്ക് ഷോർട്ട് ആൻസർ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഷോർട്ട് ആൻസർ ടൈപ്പ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യത്തെ 10 ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് എന്താണ് JFET, വാട്ട് ഈസ് എ JFET, ദെൻ 2 അഡ്വാൻറ്റേജസ് ഓഫ് JFET ഓവർ BJT, അത് നമ്മൾ ഓൾറെഡി തിയറിയിൽ പഠിച്ചതാണ്. ഓക്കെ, ദെൻ എന്താണ് JFETൻ്റെ കേസിൽ, വാട്ട് ഡു യു ഡിഫൈൻ പിഞ്ച് ഓഫ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുക. ആ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് പിഞ്ച് ഓഫ് വോൾട്ടേജ് അടയാളപ്പെടുത്തിയാൽ മതി. നെയിം എനി 2 JFET ബയാസിംഗ് മെത്തേഡ്. ബയാസിംഗ് ടോപ്പിക്ക് പഠിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് ലിസ്റ്റ് ചെയ്യുക. വേണമെങ്കിൽ സർക്യൂട്ട് ഡയഗ്രം വരച്ചാൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സർക്യൂട്ട് ഡയഗ്രം വരച്ചാലും മതി, 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ അല്ലേ. ദെൻ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സോഴ്സ് റെസിസ്റ്റർ ഇൻ JFET സെൽഫ് ബയാസിംഗ്. സോഴ്സ് റെസിസ്റ്ററിൻ്റെ ഫങ്ഷൻ എന്താണ്. ദെൻ ഡ്രോ ആൻഡ് ഡിസ്ക്രൈബ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ കോമൺ സോഴ്സ് ആംപ്ലിഫയർ. ഇത് നമ്മൾ പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ തിയറിയിൽ ഡിസ്കസ് ചെയ്ത കേസാണ്. നമ്മളിവിടെ ആൻസർ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതല്ല മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന തിയറി എങ്ങനെ 2 മാർക്കിലേക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഫോം ചെയ്യും. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് എ മോസ്ഫെറ്റ്, സ്റ്റേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് ആൻഡ് എൻഹാൻസ്മെൻറ്റ് ടൈപ്പ്. ഓക്കെ, ഇപ്പോൾ ഡിപ്ലീഷൻ ടൈപ്പ് ആണെങ്കിൽ ഓൾറെഡി നമുക്ക് ചാനൽ അവൈലബിൾ ആണ്. എൻഹാൻസ്മെൻ്റ് ആണെങ്കിൽ ചാനൽ അവൈലബിൾ അല്ല, നമ്മൾ ഫോഴ്സ് ചെയ്ത് ചാനൽ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് എൻ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ്. എനി 2 ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ സ്ട്രക്ചർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ കോംപ്ലിമെൻ്ററി മോസ്ഫെറ്റ് അല്ലെങ്കിൽ CMOS എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് പുതിയതായിട്ട് വന്നതാണ്. പ്രീവിയസ് ആയിട്ടുള്ള 2015 സ്കീമിലും 2019 സ്കീമിലും നമുക്ക് എന്തില്ല, ഈ CMOS ടെക്നോളജി ഇല്ല, സിലബസിൽ ഇല്ലാത്ത കേസാണ്. അപ്പോൾ ഇതൊരു പുതിയ ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് CMOS അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി മോസ്ഫെറ്റ്, മെൻഷൻ 1 ആപ്ലിക്കേഷൻ ചോദിക്കാം. നമ്മുടെ RAM, ROM അതുപോലെയുള്ള ചിപ്പ് ലെവൽ ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ CMOS ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്ന കേസ് നമുക്ക് കൊടുക്കാം. ദെൻ വാട്ട് ഈസ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എൻ ആംപ്ലിഫയർ. ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇതും ഫ്രീക്വൻസി റെസ്പോൺസ് വരച്ചിട്ട് നോക്കിയാൽ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് പഠിക്കുമ്പോൾ തിയറി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തിയറിറ്റിക്കലായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിവ് വേണം. അല്ലാതെ വെറുതെ ഒരു സർക്യൂട്ട് ഡയഗ്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ 2 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇൻ ഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജ് നമ്മൾ ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ട് നമുക്ക് വേണം. ഓക്കെ, നമുക്ക് അടുത്ത 10 സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വൈ ഡസ് ദ ഗെയിൻ ഓഫ് എ BJT ആംപ്ലിഫയർ ഫോൾ അറ്റ് ഹൈ ഫ്രീക്വൻസീസ്. ഇതൊരു ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാണ് BJT ആംപ്ലിഫയറിൻ്റെ ഗെയിൻ falls at high frequencies ചോദിക്കാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ ഗെയിൻ റിഡക്ഷൻ ഇൻ FET ആംപ്ലിഫയേഴ്സ് അറ്റ് ലോ ഫ്രീക്വൻസീസ്. ഓക്കെ, ദെൻ ഡിഫൈൻ ഫീഡ്ബാക്ക്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ആ കേസ് പറയാം.
സ്റ്റേറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗെയിൻ കുറവായിരിക്കും, പക്ഷേ സർക്യൂട്ടിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും, ഡിസ്റ്റോർഷൻ കുറവായിരിക്കും, നോയ്സ് കുറവായിരിക്കും. ഇതൊക്കെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ നെയിം 4 ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് കണക്ഷൻസ്. നമ്മൾ ഓൾറെഡി പഠിച്ച 4 കോൺഫിഗറേഷൻസ്, ടോപ്പോളജീസ് ഏതൊക്കെയായിരുന്നു? വോൾട്ടേജ് സീരീസ്, വോൾട്ടേജ് ഷണ്ട്, കറണ്ട് സീരീസ്, കറണ്ട് ഷണ്ട്. ആ 4 ടോപ്പോളജി ലിസ്റ്റ് ചെയ്യുക. വേണമെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഏതെങ്കിലും 1-2 സർക്യൂട്ട് നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ദെൻ വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ആംപ്ലിഫയർ സ്റ്റെബിലിറ്റി? പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ എഫക്റ്റ് എന്നാണ്. ഗീവ് 1 പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഏതെങ്കിലും ഒരു പ്രാക്ടിക്കൽ ഫീഡ്ബാക്ക്, ഇതൊക്കെ നമ്മൾ തിയറിയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഈ ക്വസ്റ്റ്യൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാർഹൗസൻ ക്രൈറ്റീരിയൻ. ബാർഹൗസൻ ക്രൈറ്റീരിയയുടെ 3 കണ്ടീഷൻസ് നമ്മൾ അവിടെ എഴുതണം. പല ക്വസ്റ്റ്യൻ പേപ്പറിലും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ് ബാർഹൗസൻ ക്രൈറ്റീരിയൻ. ഓക്കെ. ദെൻ റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഫ്രീക്വൻസി ഓഫ് ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഓക്കെ, എക്സ്പ്രഷൻ എഴുതണം. ദെൻ ക്രിസ്റ്റൽ ഓസിലേറ്റർ ബേസ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ക്രിസ്റ്റൽ ഓസിലേറ്റർ? മെൻഷൻ 1 അഡ്വാൻറ്റേജ് ഓഫ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫസ്റ്റ് സെറ്റും അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് സെറ്റും ടോട്ടൽ 20 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലിയർ ആയിട്ട് നമ്മൾ തിയറിയിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഇത് പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൂവിങ് ടു ദ ലോങ് ആൻസർ ടൈപ്പ് അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻ ഏതൊക്കെ ഏരിയയിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ജെഫെറ്റ് ബയാസിങ് വരാം. ഓക്കെ, മോസ്ഫെറ്റ്, ഏതെങ്കിലും ഒരു മോസ്ഫെറ്റ് എടുത്ത് അതിൻ്റെ കൺസ്ട്രക്ഷനോ വർക്കിങ്ങോ ക്യാരക്ടറിസ്റ്റിക്സോ ചോദിക്കാം. ദെൻ ഓസിലേറ്റർ, ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, എസ്പെഷ്യലി ആർ സി ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഡെറിവേഷൻ നമുക്ക് ചോദിക്കാം, എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഡെറിവേഷൻ ചോദിക്കാം. ഓക്കെ, ദെൻ ഹാർട്ട്ലി ഓസിലേറ്റർ അല്ലെങ്കിൽ കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ സർക്യൂട്ട് വരച്ച് ഫ്രീക്വൻസിയുടെ ഇക്വേഷനോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ക്രിസ്റ്റൽ ഓസിലേറ്റർ ചോദിക്കാം. ഓക്കെ, ഈ സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് മാക്സിമം നമുക്ക് പ്രോബ്ലം വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് ഷോക്ക്ലേസ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം, അതിവിടെ 2 വരാം. ജെഫെറ്റോ മോസ്ഫെറ്റോ ബേസ് ചെയ്തിട്ടുള്ള ഷോക്ക്ലേസ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. ദെൻ ആർ സി ഫേസ് ഷിഫ്റ്റ്, വെയിൻ ബ്രിഡ്ജ്, ഹാർട്ട്ലി ആൻഡ് കോൾപിറ്റ്സ്, ഇതിൻ്റെ എല്ലാം ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചോദിക്കാം. പ്രോബ്ലം വരുന്നത് ആ ഏരിയയിൽ നിന്നാണ്. ക്രിസ്റ്റൽ ഓസിലേറ്ററിന് നമുക്ക് എന്തായാലും തിയറിയേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് തിയറി ആയിട്ടും അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ആയിട്ടും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യണം. ഓക്കെ, അതേ പാറ്റേൺ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസർ ആയിട്ടോ അല്ലെങ്കിൽ തിയറി ആയിട്ടോ, ഞാൻ ആദ്യം പറഞ്ഞത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 മാർക്ക് 20 ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മൾ സോൾവ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഓക്കെ, വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഇതേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെക്കൻഡ് മോഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് മോഡ്യൂളിൽ നമുക്ക് ഇത്രയും കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളാണെങ്കിലും സെക്കൻഡ് മോഡ്യൂളാണെങ്കിലും ഇത്രയും കണ്ടന്റ് ഉള്ളത് കൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഓസിലേറ്ററോ ഫീഡ്ബാക്ക് ആംപ്ലിഫയറോ തമ്മിൽ ചോയ്സ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ മോസ്ഫെറ്റും ജെഫെറ്റും തമ്മിൽ ചോയ്സ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. മോസ്ഫെറ്റും ഓസിലേറ്ററും തമ്മിൽ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എക്സാമിന് പോകുന്നതിന് മുന്നേ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുക. കവർ ചെയ്തതിന് ശേഷം മാത്രം എക്സാമിന് പോവുക. ഇല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻ ചിലപ്പോൾ മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഓസിലേറ്റർ പഠിക്കാതെ പോകും, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ പഠിക്കാതെ പോകും. ഓട്ടോമാറ്റിക്കായിട്ട് ചോയ്സ് വരുമ്പോൾ വേറൊരു ക്വസ്റ്റ്യനും വരും, മറ്റേത് ടഫായിട്ട് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിലാണെങ്കിലും സെക്കൻഡ് മോഡ്യൂളിലാണെങ്കിലും എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടേ യൂണിവേഴ്സിറ്റി എക്സാമിന് പോകാവുള്ളൂ. ഇല്ലെങ്കിൽ ചോയ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് 2 മാർക്ക് ആയിക്കോട്ടെ അതുപോലെ തന്നെ എസ് എ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ സോൾവ് ചെയ്യാൻ നമ്മൾ കുറച്ച് പാടുപെടും. ഓക്കെ, സോ നമുക്ക് നോക്കാം. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എസ് എ ടൈപ്പ് അല്ലെങ്കിൽ എസ് എ ടൈപ്പായിട്ട് തന്നെ വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ജെഫെറ്റിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ്. നമ്മൾ ഓൾറെഡി തിയറിയിൽ ഡിസ്കസ് ചെയ്താണ്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ സ്ട്രക്ചർ വരയ്ക്കുക. സ്ട്രക്ചർ വരച്ചിട്ട് അതിൻ്റെ അതായത് വാട്ടർ ടാപ്പിൻ്റെ അനലോഗിയാണ് ഇത്. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് വാട്ടർ അനലോഗി ഫോർ ജെഫെറ്റ് കൺട്രോൾ മെക്കാനിസം.
ശരിയല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് പോവും. നമ്മൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിന് അനുസരിച്ച് എന്ത് ചെയ്യും? ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി തിയറി പഠിച്ച സമയത്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ ദ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. നീഡ് സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എൻ ചാനൽ ജെഫെറ്റ് ആണ് ക്വസ്റ്റ്യൻ. സോ ഫിഗർ വരയ്ക്കുക, അതിൻ്റെ കൂടെ തന്നെ വാട്ടർ അനലോഗിയുടെ ഒരു ഫിഗർ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സും ടെർമിനൽസും എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫെറ്റ് ഡിവൈസ്. ഫെറ്റ് ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഇതുപോലൊരു ഫിഗർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ജെഫെറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ അണ്ടർസ്റ്റുഡ് ആണ്, മോസ്ഫെറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസും അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, 2 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം ജെഫെറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, മോസ്ഫെറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്. ഇതെല്ലാം നമ്മൾ തിയറിയിൽ ഡിസ്കസ് ചെയ്തതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എൻ ചാനൽ ജെഫെറ്റ്. ഇത് ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന കേസാണ്. ഫസ്റ്റ് VDS ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനിൽ VDS ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദെൻ VGS പതുക്കെ അപ്ലൈ ചെയ്തു. പതുക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പതുക്കെ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്ന കേസ് കൊടുക്കുക. വീണ്ടും കൂട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 2 ഡിപ്ലീഷൻ റീജിയൻ സൈസും ഒരുമിച്ച് വന്ന് ടച്ച് ചെയ്യുന്ന കേസ് പറയും. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസ് എന്ത് ചെയ്യുക? VGS ഇല്ലാത്ത കണ്ടീഷൻ ഓട്ടോമാറ്റിക്കായിട്ട് VDS അപ്ലൈ ചെയ്ത കണ്ടീഷൻ വെഡ്ജ് ഷേപ്പായി മാറുന്ന കേസ്. ഓക്കെ, വീണ്ടും വോൾട്ടേജ് കൂട്ടി കഴിയുമ്പോൾ ഈ വോൾട്ടേജ് കൂട്ടി കഴിയുമ്പോൾ വെഡ്ജ് ഷേപ്പ് തമ്മിൽ ടച്ച് ചെയ്യുന്ന കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചൊരു 3 മാർക്സിനൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഈ വെഡ്ജ് ഷേപ്പ് ഫോം ചെയ്യുന്നത് മാത്രം ഡിസ്കസ് ചെയ്ത് നമുക്ക് പോവാം. അതല്ല ഇൻ ഡീറ്റെയിൽ പറയുമ്പോൾ വർക്കിംഗ് പറയുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒരു VDSൻ്റെ എല്ലാ കേസും കൊടുത്തിട്ടുള്ള കേസ്, അതുപോലെ തന്നെ VGSൻ്റെ എല്ലാ കേസും VDS ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനും, അതുപോലെ തന്നെ VGS ഓഫ് കണ്ടീഷൻ, ഇത് രണ്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റും വർക്കിംഗ്. നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളതും ഒരുപാട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സും ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സും. ഇത് N ചാനലിൻ്റെ കേസിലോ P ചാനലിൻ്റെ കേസിലോ നമുക്ക് വരാം. അപ്പോൾ ഫിഗർ വരയ്ക്കുക, ഗ്രാഫ് വരയ്ക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. എസ്പെഷ്യലി ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ പോയിന്റ് കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, IDSS മാർക്ക് ചെയ്തിരിക്കണം. X ആക്സിസും അതുപോലെ തന്നെ Y ആക്സിസ് പാരാമീറ്ററും പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇങ്ങനെ സിംഗിൾ ക്യാര വരയ്ക്കാതെ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്യാര ഉള്ള ഒരു സിംഗിൾ ഫിഗർ ഇത് വരച്ചാലും മതി കേട്ടോ. ഓക്കെ, ദെൻ ഡ്രെയിൻ ക്യാര വരച്ചു. അതുപോലെ തന്നെ ജെഫെറ്റിൻ്റെ ഡ്രെയിൻ ക്യാര വിത്ത് എക്സ്റ്റേണൽ ബയസ്. ഈ സർക്യൂട്ട് വരയ്ക്കണം നിർബന്ധമില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇത് വിത്ത് റെസ്പെക്ട് ടു 0 പോസിറ്റീവ് വോൾട്ടേജ് വരുന്ന കേസ്, അതിൻ്റെ താഴത്തേക്ക് VGS നെഗറ്റീവ് വരുന്ന കേസ്, ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്തിട്ട് വരയ്ക്കും. ഓക്കെ, ദെൻ ട്രാൻസ്ഫർ ക്യാര. ഇത് നമുക്കറിയാം. ഫസ്റ്റ് ഡ്രെയിൻ ക്യാര വരച്ചതിന് ശേഷം VGSൻ്റെ വാല്യൂ നെഗറ്റീവായിട്ടുള്ള നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ട്രാൻസ്ഫർ ക്യാരയെ നമുക്ക് വരയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ഇതൊരു 2 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ ട്രാൻസ് കണ്ടക്റ്റൻസ് ഓഫ് ജെഫെറ്റ്. ട്രാൻസ് കണ്ടക്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം. ട്രാൻസ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് GM ആണ്. GM. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെറുതെ ഇത് എഴുതിയാൽ പോരാ, അതിൻ്റെ ഡെഫിനിഷൻ എഴുതണം. അതിൻ്റെ കൂടെ അതിൻ്റെ യൂണിറ്റ് കൂടി എഴുതിയാലേ കംപ്ലീറ്റ് ആവും. ക്ലിയർ ആണല്ലോ? ട്രാൻസ് കണ്ടക്റ്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രോബ്ലമാണ്. ഓക്കെ, പ്രോബ്ലം തന്നു കഴിയുമ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലെ മെജോറിറ്റി ആയിട്ടുള്ള ജെഫെറ്റിൻ്റെയും മോസ്ഫെറ്റിൻ്റെയും ക്വസ്റ്റ്യൻ നമുക്കൊരു സിംഗിൾ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഷോക്ലേസ് ഇക്വേഷൻ. ID is equal to IDSS into 1 minus VGS divided by VP whole square. ഈ ഇക്വേഷൻ അറിഞ്ഞാൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് ജെഫെറ്റും മോസ്ഫെറ്റും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം എടുത്തെഴുതുക. നമുക്കിവിടെ IDS തന്നിട്ടുണ്ട്, VP തന്നിട്ടുണ്ട്. IDSS അറ്റ് 2.5 milliamps. കണ്ടുപിടിക്കേണ്ടത് ട്രാൻസ് കണ്ടക്റ്റൻസ് ആണ്. എങ്ങനെ ചെയ്യാൻ പറ്റും? തന്നിരിക്കുന്ന വാല്യൂസ് ഓൾറെഡി നമുക്ക് VP തന്നിട്ടുണ്ട്, IDSS തന്നിട്ടുണ്ട്, ID തന്നിട്ടുണ്ട്. ഓക്കെ, ഷോക്ലേസ് ഇക്വേഷനിലേക്ക് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഷോക്ലേസ് ഇക്വേഷനിലേക്ക് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് റൂട്ടൊക്കെ എടുത്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് GM 0 എന്ന് പറയുന്നത്
GM0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2 IDSS ഡിവൈഡഡ് ബൈ VP. ഇത് നമ്മൾ ഡെറിവേഷൻ ഓൾറെഡി ചെയ്തിട്ടാണ്. ആ വാല്യൂസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഏബിൾ ടു കാൽക്കുലേറ്റ് GM. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് മെയിൻ. ഇതറിയാമെങ്കിൽ ഓൾമോസ്റ്റ് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് JFET ബേസ് ചെയ്തിട്ടുള്ളത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ GM കിട്ടും. ഈ ഇക്വേഷൻ കൂടി പഠിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ട്രാൻസ് കണ്ടക്റ്റൻസ് ഇസ് ഈക്വൽ ടു GM ഇസ് ഈക്വൽ ടു GM0 ഇൻറ്റു 1 - VGS ബൈ VP. ഇത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഷോക്ക്ലേസ് ഇക്വേഷനും ഇതും ഈ ഇക്വേഷൻ കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഷോക്ക്ലേസ് ഇക്വേഷൻ വഴി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നില്ലെങ്കിൽ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം തന്നിട്ട് ചിലപ്പോൾ IDSS ചോദിക്കും, ചിലപ്പോൾ VGS ചോദിക്കും, ചിലപ്പോൾ ഇത് രണ്ടും ഈ 3 പാരാമീറ്റേഴ്സ് തന്നിട്ട് ID ചോദിക്കാം. ട്രാൻസ് കണ്ടക്റ്റൻസ് ചോദിച്ചാൽ ചെയ്യാൻ പറ്റുന്നത് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്നാണ്. ഇത് ഓർത്തിരിക്കേണ്ടത് GM0ൻ്റെ ഇക്വേഷൻ കൂടി ഓർത്തിരിക്കുക. GM0 = 2 ഇൻറ്റു IDSS ഡിവൈഡഡ് ബൈ VP ആണെന്നുള്ള കേസ് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ GM കിട്ടി. നെക്സ്റ്റ് നമ്മുടെ പാരാമീറ്റേഴ്സ് IDSS, VGS ഓഫ് തന്നിട്ടുണ്ട്, VGS തന്നിട്ടുണ്ട്. VGS ഓഫ് എന്ന് പറയുന്നത് VP ആണെന്നുള്ള കണ്ടീഷൻ നമുക്കറിയാം. ഡ്രെയിൻ കറണ്ട് കണ്ടുപിടിക്കാനാണ്. ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരുന്നൊരു കേസ് VP എന്താണെന്നുള്ള കേസാണ്. അവിടെയാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത്. VP എന്ന് പറയുന്നത് ഇറ്റ് സെയിം ആസ് യുവർ VGS ഓഫ്. വാല്യൂസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രോബ്ലംസ് എല്ലാം നമ്മൾ പ്രോബ്ലം സെഷനിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ പ്രോബ്ലം സെഷനിൽ സോൾവ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ JFET ബയാസിങ്. JFETൻ്റെ ക്വസ്റ്റ്യൻ തന്നെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കേസാണ്. അപ്പോൾ അതിൽ ബയാസിങ് കണ്ടീഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ID കാൽക്കുലേറ്റ് ചെയ്യണം, VDS കാൽക്കുലേറ്റ് ചെയ്യണം, VGS കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തരുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ യു ഡ്രോ ദ സർക്യൂട്ട്. തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം യു മാർക്ക് ഓൺ ദ കറക്റ്റായിട്ട് ആ പാരാമീറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തതിന് ശേഷം ഇതുണ്ടോ, ഫസ്റ്റ് തന്നെ പാരാമീറ്റർ സർക്യൂട്ട് വരയ്ക്കുക. പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, വാല്യൂസ് എല്ലാം മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഷോക്ക്ലേസ് ഇക്വേഷൻ വെച്ചിട്ട് എന്തെങ്കിലും പാരാമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കുക. പറ്റില്ല എന്നുണ്ടെങ്കിൽ യു ഗോ ഫോർ KVL, ഇൻപുട്ട് KVL, ഔട്ട്പുട്ട് KVL വെച്ചിട്ട് നമുക്ക് ഈ 3 കണ്ടീഷൻസ് വെച്ചിട്ട് എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളിത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ആ വോൾട്ടേജ് ഡിവൈഡർ നമ്മൾ ട്രാൻസിസ്റ്റർ ആയിരുന്നു, അപ്പോൾ VB കാൽക്കുലേറ്റ് ചെയ്തതാണ്. അതിന് പകരം ഇവിടെ VG ആണ് കാൽക്കുലേറ്റ്. VG എന്ന് പറയുന്നത് എന്താണിതാ? ഈ പോയിന്റ് അക്രോസ് ആണ്. ഈ പോയിന്റ് അക്രോസ്, ഇതിന് അക്രോസ് വരുന്ന കേസാണ്. അപ്പോൾ VGയുടെ കേസ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. VG എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് VDD ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 + R2 ആണ്. അപ്പോൾ ഈ വാല്യൂ കിട്ടും. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് BJT നമ്മൾ പഠിച്ചപ്പോൾ IC = I എന്ന് എടുക്കുന്നതിന് പകരം ഇവിടെ ID അപ്രോക്സിമേറ്റ്ലി = IS എന്നുള്ള കേസ് എടുത്തു. ശരിയല്ലേ? അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? VS കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ID ഇൻറ്റു RS. ക്ലിയർ അല്ലേ? ദെൻ VGS എന്ന് പറയുന്നത് VG - VS ആണ്. സോ ഇതിൽ നിന്ന് ഷോക്ക്ലേസ് ഇക്വേഷൻ വഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ IDയുടെ വാല്യൂ കണ്ടുപിടിക്കാം. IDയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ 2 വാല്യൂ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 2 വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് ID നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരെണ്ണം വളരെ ഹൈ ആയിട്ട് തോന്നും, അപ്പോൾ നമ്മൾ മറ്റേത് സെലക്ട് ചെയ്തു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് IDയും VGSും കാൽക്കുലേറ്റ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി തിയറി പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അതുവഴി നമ്മൾ VDS കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ VDSും IDയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാച്ചിങ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. കിട്ടിയ വാല്യൂ വെച്ചിട്ട് എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു. ID, VGS, VDS. ഓക്കെ, അപ്പോൾ വാല്യൂസ് എല്ലാം കിട്ടി. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സെയിം ടൈപ്പ് ക്വസ്റ്റൻ ആണ്, സെൽഫ് ബയാസിങ്ങിൻ്റെ കേസാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് തന്നെ തന്നിരിക്കുന്ന ബയാസിങ് അനുസരിച്ച് ക്വസ്റ്റ്യൻ വരയ്ക്കുക എന്നുള്ളതാണ്. അൺനോൺ പാരാമീറ്റേഴ്സ് എല്ലാം മാർക്ക് ചെയ്യുക, ഷോക്ക്ലേസ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കുക, അൺനോൺ പാരാമീറ്റേഴ്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ദെൻ യു ഗോ ഫോർ KVL ഓർ KCL. ഓക്കെ, അപ്പോൾ നമുക്ക് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതും സെയിം തന്നെയാണ്. ഫസ്റ്റ് തന്നെ ഷോക്ക്ലേസ് ഇക്വേഷനിലേക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് VGS കിട്ടും. VGS കിട്ടും. VGS കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് VG മൈനസ് VS. ഓക്കെ, സെയിം. നമ്മൾ ഏതൊരു എലമെൻ്റ് എടുത്താലും ഇപ്പോൾ ഇത് A പോയിൻ്റ്, ഇത് B പോയിൻ്റ് ആണെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദിസ് എലമെൻറ്റ് നമ്മൾ എങ്ങനെ എഴുതാറ്? VAB എന്നാണ് അല്ലേ? സോ ദിസ് ഇസ് സെയിം ആസ് VA മൈനസ് VB. ഈ സെയിം കൺസെപ്റ്റ് നമ്മൾ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ട്രാൻസിസ്റ്ററിൻ്റെ കേസ് ആണെങ്കിലും ഫെറ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് യൂസ് ചെയ്ത് VS കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? ഇപ്പോൾ VS ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. VS കിട്ടിക്കഴിഞ്ഞാൽ അതിനന്ന് RS കിട്ടും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഔട്ട്പുട്ട് സൈഡിൽ KVL എടുത്തു കഴിഞ്ഞാൽ RD കാൽക്കുലേറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് മോസ്ഫെറ്റിലേക്ക് വരികയാണ്. മോസ്ഫെറ്റിൻ്റെ കേസിൽ എൻഹാൻസ്മെൻറ്റ് ടൈപ്പോ ഡിപ്ലീഷൻ ടൈപ്പോ ഏതെങ്കിലും ഒരു മോസ്ഫെറ്റിൻ്റെ കൺസ്ട്രക്ഷനോ വർക്കിങ്ങോ ക്യാരക്ടറിസ്റ്റിക്സോ സെക്കൻഡ് മോഡ്യൂളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഓഫ് D ടൈപ്പ് ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റാണ്. ഡയറക്റ്റായിട്ട് ഫിഗർ വരയ്ക്കുക. ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിൽ മസ്റ്റായിട്ട് നമ്മൾ വരയ്ക്കേണ്ട ആളാണ് ഈ ചാനൽ. ഇത് മറന്നു പോരും. ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കേണ്ട എളുപ്പ വഴിയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? N ചാനൽ ആണെങ്കിൽ P ടൈപ്പ് സബ്സ്ട്രേറ്റ് എടുക്കുക. അതിനകത്തേക്ക് യു ഇൻസ്ക്രൈബ് അനദർ N ലെയർ. ശരിയാണല്ലോ? എന്നിട്ട് ഇതിൻ്റെ ഡോപ്പിംഗ് ലെവൽ കൂട്ടുക. ഡോപ്പിംഗ് ലെവൽ കൂട്ടുമ്പോൾ N+I. ഓക്കെ, N+I കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ ഒരു ലെയർ നമുക്ക് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? മോസ്ഫെറ്റ് ആണല്ലേ, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണ് അല്ലേ? അപ്പോൾ മെറ്റാലിക് ലെയർ വേണം, ഓക്സൈഡ് ലെയർ വേണം, സെമി കണ്ടക്ടർ. ഇപ്പോൾ സെമി കണ്ടക്ടിങ് ലെയർ ഓൾറെഡി ആയി. ഇനി ഓക്സൈഡ് ലെയർ ഫോം ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്തു? ഓക്സിഡൈസ് ചെയ്തു. ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സിലിക്കൺ ഡയോക്സൈഡിൻ്റെ ഒരു ലെയർ നമുക്ക് ഇവിടെ ടോപ്പിൽ കിട്ടും. അപ്പോൾ ഇപ്പോൾ സെമി കണ്ടക്ടിങ് ലെയറായി, ഓക്സൈഡ് ലെയറായി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ ഒരു ഡിഫ്യൂസ്ഡ് ലെയർ ഉണ്ടാക്കി ദെൻ നമുക്ക് ടെർമിനൽസ് പുറത്തേക്ക് എടുക്കണം. ടെർമിനൽസ് പുറത്തേക്ക് എടുക്കണമെങ്കിൽ എന്ത് വേണം? ഒരു കോൺടാക്റ്റ് നമുക്ക് കൊടുത്തേ പറ്റൂ. ആ കോൺടാക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെറ്റാലിക് ലെയർ കൊടുത്തു. മെറ്റാലിക് ലെയർ ഇതുപോലെ ഒരു മെറ്റാലിക് ലെയർ കൊടുത്തു. ഇവിടെയും നമ്മളൊരു മെറ്റാലിക് ലെയർ കൊടുത്തു. ഇവിടെയും നമ്മളൊരു മെറ്റാലിക് ലെയർ പുറത്തേക്ക്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ രണ്ട് ഈ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് മെറ്റാലിക് ലെയർ. സോ ഇവിടെ നമുക്ക് സോഴ്സ്, ഇത് ഡ്രെയിന്, ഗേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റും? ഒരു സപ്ലൈ ഒന്നും കൊടുക്കാത്ത കണ്ടീഷൻ തന്നെ വളരെ ഈസി ആയിട്ട് ചാർജ് കാരിയേഴ്സിന് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? വർക്കിംഗ് കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡിഫ്യൂസ്ഡ് ലെയറിൻ്റെ N ചാനലാണെങ്കിൽ ഇതിലേക്ക് പോസിറ്റീവ് ചാർജിനെ കറക്റ്റായിട്ട് ഇൻഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി ഫ്ലോ പോസിബിൾ ആവുന്നതിനെ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഡിപ്ലീഷൻ ടൈപ്പ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചാനലിനെ ഡിപ്ലീറ്റ് ചെയ്ത് കളയുക ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഡിപ്ലീഷൻ ടൈപ്പ്. സോ ഇവിടെ കൺസ്ട്രക്ഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഡിപ്ലീഷൻ ടൈപ്പിൻ്റെയോ എൻഹാൻസ്മെൻറ്റ് ടൈപ്പിൻ്റെയോ നമ്മൾ എന്ത് ചെയ്യണം? കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് മൂന്നും പഠിച്ചിരിക്കണം. അപ്പോൾ ഫീച്ചേഴ്സൊക്കെ എഴുതുക. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഓഫ് എൻഹാൻസ്മെൻറ്റ് ടൈപ്പ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. ഇപ്പോൾ ഡിപ്ലീഷൻ ടൈപ്പും എൻഹാൻസ്മെൻറ്റ് ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ചാനലില്ല എന്നുള്ളത് മാത്രം. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളില്ല. അപ്പോൾ എൻഹാൻസ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ? ഇവിടെ ഒരു സപ്ലൈ കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു മൈനസ് ചാർജിനെ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ മൈനസ് ചാർജ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ ഇറ്റ് ഈസ് സെയിം ആസ് ഫോർമേഷൻ ഓഫ് എ ചാനൽ. കണ്ടോ? അപ്പോൾ ഇത് തമ്മിലൊരു കണക്ഷൻ കിട്ടുക ചെയ്യുക. സപ്ലൈ കൊടുത്തു ഓട്ടോമാറ്റിക്കായിട്ട് സോഴ്സിൽ നിന്ന് ചാർജ് കാരിയേഴ്സിന് ഈ ചാനൽ വഴി പുറത്ത് ഡ്രെയിനിലേക്ക് പാസ് ചെയ്യും. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക്സ്. മോസ്ഫെറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അത് മോസ്ഫെറ്റിൻ്റെ കേസിൽ ഒരു സിംഗിൾ ക്യാരിയിൽ തന്നെ നമുക്ക് ഡിപ്ലീഷൻ ടൈപ്പും എൻഹാൻസ്മെൻറ്റ് ടൈപ്പും നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഇപ്പോൾ 0 ലെവലിൻ്റെ VGS നെഗറ്റീവായിരിക്കുന്ന കണ്ടീഷനെല്ലാം ഡിപ്ലീഷൻ മോഡ് ഓഫ് ഓപ്പറേഷനും VGS പോസിറ്റീവായിരിക്കുന്ന കണ്ടീഷനെല്ലാം എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ച കേസാണ്. ഓക്കെ, തിയറിയിൽ ഡിസ്കസ് ചെയ്ത കേസാണ്. അതിൻ്റെ തന്നെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ മോസ്ഫെറ്റും ജെഫെറ്റിൽ നിന്ന് നമുക്ക്
ഷുവറായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, പിന്നെ ബയാസിങ്, ബയാസിങ് ബേസിട്ടുള്ള പ്രോബ്ലംസ്, ഷോക്ക്ലീസ് ഇക്വേഷൻ, ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ജെഫെറ്റും മോസ്ഫെറ്റും എന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ജെഫെറ്റും ബി ജെ ടിയും തമ്മിലുള്ള ഡിഫറൻസ്, ബി ജെ ടിയും മോസ്ഫെറ്റും തമ്മിലുള്ള ഡിഫറൻസ്, മോസ്ഫെറ്റും ജെഫെറ്റ് ഏതെങ്കിലും 2 ഡിവൈസ് തന്നിട്ട് അത് തമ്മിലുള്ള ഡിഫറൻസോ അത് അതിൻ്റെ ആപ്ലിക്കേഷൻസോ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിലെ ഡിവൈസ് ജെഫെറ്റും മോസ്ഫെറ്റും ആയതുകൊണ്ട് തന്നെ ലിസ്റ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജെഫെറ്റ് ആൻഡ് മോസ്ഫെറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പല പാരാമീറ്റേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിപ്ലീഷൻ, ജെഫെറ്റ് മെയിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിപ്ലീഷനിലാണ്. മോസ്ഫെറ്റ് നമുക്ക് ഡിപ്ലീഷൻ ടൈപ്പിൽ ഓപ്പറേറ്റ് ചെയ്യാം, എൻഹാൻസ്മെൻറ്റ് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാം. ആ കേസ് ആദ്യം പറയുക. ദെൻ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് ജെഫെറ്റിൻ്റെ കേസിൽ. ഇവിടെ അതിനേക്കാളും ഹൈ ആണ്, വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. ഓക്കെ, പിന്നെ ചാനൽ ജെഫെറ്റിൻ്റെ കേസിൽ എക്സിസ്റ്റ് പെർമനൻ്റ്ലി. ഇവിടെയോ പെർമനൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഡിപ്ലീഷൻ ടൈപ്പിലാണ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അണ്ടർ ദ എൻഹാൻസ്മെൻറ്റ് ടൈപ്പ്. ഓക്കെ, ദെൻ ഡിഫിക്കൽട്ട് ടു ഫാബ്രിക്കേറ്റ് ദാൻ മോസ്ഫെറ്റ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാം. എന്നാലും മോസ്ഫെറ്റിൻ്റെ കേസിൽ പല ചാനൽസും ഓക്സിഡേഷനും മെറ്റാലിക് ലെയറൊക്കെ ഫോം ചെയ്യാനുണ്ട്. ഓക്കെ, ദെൻ ഡ്രെയിൻ റെസിസ്റ്റൻസ് ഹൈ ആണ്, ഡ്രെയിൻ റെസിസ്റ്റൻസ് ലെസ് ആണ്. ഇത്രയും കാര്യങ്ങളെല്ലാം കമ്പാരിസൺ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ജെഫെറ്റും ബി ജെ ടിയും തമ്മിൽ ചോദിക്കാം, ബി ജെ ടിയും മോസ്ഫെറ്റും തമ്മിൽ ചോദിക്കാം. ഓക്കെ, വേറെ ഏത് ഡിവൈസ് തമ്മിൽ വേണമെങ്കിലും കമ്പാരിസൺ, ഡിഫറൻസ്, ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസർ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ, അതായത് കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ CMOS, ഈ ടോപ്പിക്ക് പുതിയതായിട്ട് വന്നൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് CMOS ടെക്നോളജി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തിയറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. CMOS ടെക്നോളജി, CMOS ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് CMOSൻ്റെ ഫുൾ ഫോം ഫസ്റ്റ് എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, പിന്നെ അത് NMOSൻ്റെയും PMOSൻ്റെയും കോമ്പിനേഷനാണ്. അത് എവിടെയാണ് ഇൻഡസ്ട്രീസിൽ CPU, മൊബൈൽ ഫോൺസ്, അതുപോലെ തന്നെ RAM, EPROM ഇതുപോലെയുള്ള കേസിലാണിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ essay ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ കൂടി വരയ്ക്കാൻ നമ്മൾ ഓർത്തിക്കണം. CMOS എന്ന് പറയുമ്പോൾ NMOSൻ്റെയും PMOSൻ്റെയും കോമ്പിനേഷനാണ്. ഈ ഒരു കേസ് കൂടി ഓർത്തിരിക്കണം. ഓക്കെ, ദെൻ CMOS ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്, ഓക്കെ, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ്, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. ദെൻ എപ്പോഴും ക്വസ്റ്റ്യൻ CMOSൻ്റെ ആൻസർ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തി ആൻസർ ചെയ്യാൻ പഠിക്കുക. കാരണം ഈ CMOSൻ്റെ ഫീച്ചേഴ്സാണ് ഇതിനെ വേർതിരിച്ച് നിർത്തുന്നത്. അതിൻ്റെ മാക്സിമം ആപ്ലിക്കേഷൻ നമ്മുടെ ഈ പറയുന്ന EPROM, ROM, CPU യൂണിറ്റിലേക്കൊക്കെ മാക്സിമം യൂസേജ് വരാനുള്ള കാരണം ഇതിൻ്റെ ഹൈ സ്പീഡ്, ലോ പവർ ഡെസിപ്പേഷൻ ഇതുപോലെയുള്ള ഫീച്ചേഴ്സാണ്. അപ്പോൾ ആ ഫീച്ചേഴ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ട് ആൻസർ എഴുതാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ സ്ട്രക്ചർ ഓൾറെഡി വരച്ച് പഠിച്ചാണ്, തിയറി ക്ലാസ്സിൽ ഓൾറെഡി വരച്ച് പഠിച്ചാണ്. അതൊന്നുകൂടെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് CMOS ടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളൊരു ഏരിയ. ഓക്കെ, ദെൻ ഫീഡ്ബാക്ക്, നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. ഫീഡ്ബാക്ക് ബേസ് ചെയ്തിട്ട് പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ഉള്ള പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഈ കേസ് നോക്കിയേ, ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ, അതായത് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതേ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദ ആംപ്ലിഫയർ ഗെയിൻ. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും കേസിലുള്ള ഈ ഫോർമുല പഠിച്ചു വയ്ക്കണം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, AF is equal to A divided by 1 plus A into beta. ആ ബീറ്റ എന്നുള്ളത് ഇറ്റ് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ആസ് MV കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫീഡ്ബാക്ക് ബേസ് ചെയ്തിട്ട് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ളൂ ഫീഡ്ബാക്ക് ബേസ് ചെയ്തിട്ട്. അല്ലെങ്കിൽ അത് തിയറി ആയിട്ട് ടോപ്പോളജീസ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും വരുമ്പോൾ ആ ഡിനോമിനേറ്ററിലുള്ള സൈൻ ചേഞ്ച് ഓർത്തിരിക്കണം കേട്ടോ. ഇത് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസാണ്, പോസിറ്റീവ് വരുമ്പോൾ നേരെ തിരിച്ചു വരും.
ഓക്കെ. ദെൻ ഈ ഒരു കേസ് പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെയും കമ്പാരിസൺ, ഈ കമ്പാരിസൺ നമുക്ക് ചോദിക്കാം. ഫീച്ചേഴ്സിൻ്റെ കമ്പാരിസൺ നമുക്ക് ചോദിക്കാം. ഓക്കെ. ദെൻ കോൾപിറ്റ്സ് ഓസിലേറ്റർ, ഹാർട്ട്ലി ഓസിലേറ്റർ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, മെയിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒന്നില്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റർ വാല്യൂസ് എങ്ങനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് അതിൻ്റെ ഡിസൈൻ, ആ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇൻഡക്ടർ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്, കപ്പാസിറ്റർ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇക്വേഷൻ നമുക്കറിയാം, എഫ് ഇസ് ഈക്വൽ ടു 1/2π √L × CT. അതിൽ സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, CT എന്ന് പറയുന്നത്, സി എന്ന് പറയുന്നത് യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് C1 C2 / C1 + C2 കോൾപിറ്റ്സിൻ്റെ കേസ്. ഓക്കെ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ഹാർട്ടിയുടെ കേസിലും ചോദിക്കാം. കണ്ടോ, ഹാർട്ടിയുടെ കേസിൽ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഹാർട്ടിയുടെയും കോൾപിറ്റ്സിൻ്റെയും എന്തറിയണം, ഇക്വേഷൻസ് അറിയണം. കണ്ടോ, എഫ് ഇസ് ഈക്വൽ ടു 1/2π √LT × C, വേർ L ഇസ് ഈക്വൽ ടു L1 + L2 + 2m എന്നുള്ളൊരു കേസ് വരും കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ എം തരാത്തത് കൊണ്ട് യു ക്യാൻ നെഗ്ലക്ട് എന്നുള്ള കേസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഓൾറെഡി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സെഷനിൽ ഓൾറെഡി നമ്മൾ കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രൊസീജിയറായിട്ട് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ നോക്കാത്തത്. നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നത് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ചോദിക്കും എന്നുള്ള ഇതാണ് നമ്മൾ ഷോർട്ടിൽ മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ. ദെൻ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ കേസിൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ അറിഞ്ഞാൽ എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാന്നുള്ളൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. സോ ഫ്രീക്വൻസി RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് F0 = 1/2π RC √6 ആണ്. ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിൽ ബി ഗെറ്റിംഗ് ഫ്രീക്വൻസി ഇക്വേഷൻ. ഡിസൈൻ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഫോർ എ ഫ്രീക്വൻസി ഓഫ് 2 kHz. ഓക്കെ. കണ്ടോ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇത് ഓൾറെഡി നമ്മൾ അനലോഗ് ഇലക്ട്രോണിക്സ് ലാബിൻ്റെ കേസിൽ ഡിസൈൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ലാബ് എക്സാം ഒക്കെ കഴിഞ്ഞവരുണ്ടെങ്കിൽ ആ ഒരു ലാബ് എക്സാമിൻ്റെ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഫ്രീക്വൻസി 1 kHz പല സ്ഥലത്തും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. 2 kHz ആക്കി അതേ ഇക്വേഷനിൽ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 kHz ഡെറിവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് യു ഡ്രോ ദ സർക്യൂട്ട് വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം, വാല്യൂസ് എല്ലാം അതിൻ്റെ വാല്യൂസ് അസ്യൂം ചെയ്യുന്ന കേസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഇത് അറിഞ്ഞിരിക്കും. അതുപോലെ തന്നെ ബാർക്കോസൻ ക്രൈറ്റീരിയ A β = 1 എന്നുള്ള കണ്ടീഷനാണെന്നുള്ള കേസ് അറിഞ്ഞിരിക്കും. ഇത് ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുക, കുറച്ച് വാല്യൂസ് അസ്യൂം ചെയ്യും. ഇതിങ്ങനെയാണല്ലോ നമ്മൾ ലാബിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ VCC 9 വോൾട്ട്, HFE 200, ICയുടെ വാല്യൂ VCE SAT HIE-F 2 kHz ആണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് കറണ്ട് കമ്പൗണ്ട്സ് എല്ലാം ഡിസൈൻ ചെയ്യുക. ദെൻ ഫ്രീക്വൻസിയുടെ ഡെറിവേഷനിലേക്ക് പോവുക. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിൽ നിന്ന് യു ക്യാൻ ചൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. ഓക്കെ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഡിസൈൻ ലെവൽ ക്വസ്റ്റ്യൻ ചിലപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തിയറി ക്ലാസ്സിൽ ഓൾറെഡി RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഡിസൈൻ പഠിച്ചതാണ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളൊരു കേസാണ് ഈ ക്വസ്റ്റ്യൻ, ബാർക്കോസൻ ക്രൈറ്റീരിയൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? 3 കണ്ടീഷൻസ് ആണ് അല്ലേ. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്, ഓവറോൾ ഫേസ് ഷിഫ്റ്റ് ഷുഡ് ബി 360 ഡിഗ്രി ഓർ 0 ഡിഗ്രി, 1 + A β എന്നുള്ള കണ്ടീഷൻ അല്ലേ. അപ്പോൾ ഈ 3 കണ്ടീഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കണം. ദെൻ മോഡുലസ് ഓഫ് A β ഷുഡ് ബി ഈക്വൽ ടു 1, ഓവറോൾ ഫേസ് ഷിഫ്റ്റ് ഷുഡ് ബി 360 ഡിഗ്രി. സോ ഈ കണ്ടീഷൻസ് ഇത് 3 എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. പിന്നെ A β കുറച്ചൊരു 3 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ A βയുടെ കണ്ടീഷൻ ഈക്വൽ ടു വന്നാൽ, ലെസ് ദാൻ വന്നാൽ, ഗ്രേറ്റർ ദാൻ വന്നാൽ ഇതെങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു കേസ് കൂടി നമുക്ക് നോക്കാം. ദെൻ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ കേസിൽ വരുന്ന ഫ്രീക്വൻസിയുടെ ഡെറിവേഷൻ. ഈ ഫ്രീക്വൻസി ഡെറിവേഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം സിലബസിൽ എടുത്ത് പറയുന്നുണ്ട് എക്സ്പ്രഷൻ ഫോർ ഫ്രീക്വൻസി. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന ഓസിലേറ്റർ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഡെറിവേഷനോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അത് വെയിൻ ബ്രിഡ്ജിൻ്റെ കേസിലോ അല്ലെങ്കിൽ RC ഫേസ് ഷിഫ്റ്റ് ആണ് കുറച്ചും കൂടി
ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അതിൻ്റെ ഡെറിവേഷൻ എന്തായാലും ചോദിക്കും. അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ട്രാൻസിസ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് വരയ്ക്കുക. ദെൻ നമ്മളതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വലൻറ്റ് സർക്യൂട്ട് എച്ച് പാരാമീറ്റർ ബേസ് ചെയ്തിട്ടുള്ള ഇക്വലൻറ്റ് സർക്യൂട്ട് അതിനെ വീണ്ടും എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യേണ്ട കേസൊക്കെ നമുക്കറിയാം. വോൾട്ടേജ് കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ്. എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 ലൂപ്പിലും ഇക്വേഷൻ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. 3 ലൂപ്പിലും ഇക്വേഷൻ എഴുതി അത് സിംപ്ലിഫൈ ചെയ്ത് ഇമാജിനറി ടേംസിനെയും റിയൽ ടേംസിനെയും സെപ്പറേറ്റ് ചെയ്യുക. ഇമാജിനറി ടേംസിനെ എടുത്ത് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ കിട്ടും. ഇതാണ് ഇക്വേഷൻ. ഇതിനെയാണ് നമ്മൾ 1/2πRC√6 + 4k where k is equal to RC/R എന്നുള്ള കേസ് എടുക്കുന്നു. ഈ ഡെറിവേഷൻ നമ്മൾ തിയറിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷോർട്ടിനകത്ത് 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് ആൻസർ ടൈപ്പ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് തേർഡ് മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക് യു.